ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു PSC എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഇന്നലെ നടന്ന 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 ചോദ്യപേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏത്? ചെമ്മീൻ, തിരണ്ടി, ആരൽ, അതുപോലെ സക്കർ ഫിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചെമ്മീനാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ചൈനയാണ് ശരിയായ ഉത്തരം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര്? ഓപ്ഷൻ ബി വിസരണം. നാലാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെ? തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏത് എന്നുള്ളതാണ്. അനർട്ട്, സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ. ആറാമത്തെ ചോദ്യം, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്ന ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? വില്ലോ മരം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? BK കേളപ്പൻ. എട്ടാമത്തെ ചോദ്യം, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളമാണ് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഓപ്ഷൻ സി. ഒൻപതാമത്തെ ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാ ക്രമത്തിൽ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് ആവശ്യം. ഇവിടെ ഒന്നാമത് വരുന്നത് 2 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അത് കഴിഞ്ഞ് വരുന്നത് 4 നിസ്സഹകരണ സമരമാണ്. അത് കഴിഞ്ഞ് വരുന്നത് 3 ചൗരി ചൗര സംഭവം, പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് കറക്റ്റ് ഓർഡറിലല്ല വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. പത്താമത്തെ ചോദ്യം, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം? ഓപ്ഷൻ സി മഞ്ഞപ്പിത്തമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 11ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഗോവയാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 12ാമത്തെ ചോദ്യം, ബാലാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. 13ാമത്തെ ചോദ്യം, ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഓപ്ഷൻ സി മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത് എന്നുള്ളതാണ്. 14 ഓപ്ഷൻ സി ആണ് 1931 ശരിയായ ഉത്തരം. 15, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? 15 ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി. മഹാത്മാഗാന്ധി. 16ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര്? ഓപ്ഷൻ എ യങ് ഇന്ത്യയാണ് ശരിയായ ഉത്തരം. യങ് ഇന്ത്യ. 17ാമത്തെ ചോദ്യം, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആർട്ടിക്കിൾ 14. 18ാമത്തെ ചോദ്യം, ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബർണാപാർട്ട് ഫ്രാൻസിന്റെ കിരീടാവകാശിയായത്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1804 ശരിയായ ഉത്തരം. 19ാമത്തെ ചോദ്യം, കാടവൻ കുന്ന് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കേരളമാണ് ശരിയായ ഉത്തരം. 20ാമത്തെ ചോദ്യം, നാഥൂല ചുരം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ സിക്കിമാണ് ശരിയായ ഉത്തരം. 21ാമത്തെ ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ് ശരിയായ ഉത്തരം. 22ാമത്തെ ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. 23ാമത്തെ ചോദ്യം, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ കെയ്ബുൾ ലംജാവോ. 24ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് ദ്രാവിഡ ശൈലി. 25ാമത്തെ ചോദ്യം, മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം. 1 മാത്രം. സംയോജന സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക്
വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം, ഓപ്ഷൻ എ. 26ാമത്തെ ചോദ്യം, തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര് എന്നുള്ളതാണ് 26ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി, ക്ലോഡിയ ഗോൾഡിൻ ആണ് ശരിയായ ഉത്തരം. 2023 നൊബേലാണ് ചോദിച്ചിട്ടുള്ളത്. 27ാമത്തെ ചോദ്യം, ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഓപ്ഷൻ സി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. 28ാമത്തെ ചോദ്യം, ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ, ബൃഹദീശ്വര ക്ഷേത്രമാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ എ. 29ാമത്തെ ചോദ്യം, ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് ഏത്? ഓപ്ഷൻ ബി, കുടുംബശ്രീ ആണ് ശരിയായ ഉത്തരം. 30ാമത്തെ ചോദ്യം, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയത്രി ആര് എന്നുള്ളതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സുഗതകുമാരി. 31ാമത്തെ ചോദ്യം, ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? 31ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ, അനുച്ഛേദം 226. 32ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പുള്ള സമത്വം നൽകുന്നത് എന്നുള്ളതാണ്. 32ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, അനുച്ഛേദം 14. 33ാമത്തെ ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, മാൻഡാമസ്. 34ാമത്തെ ചോദ്യം, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ശരിയായ ഉത്തരം. 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ, അനുച്ഛേദം 51A ആണ് ശരിയായ ഉത്തരം. 36ാമത്തെ ചോദ്യം നോക്കാം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി, ഡിസംബർ 10 ആണ് ശരിയായ ഉത്തരം. 37ാമത്തെ ചോദ്യം നോക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? നിലവിൽ അങ്ങനെ ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ ഇല്ല, പക്ഷെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡി പറയാം. ഇവിടെ ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ആകാൻ സാധ്യത ഉണ്ട്. 37ാമത്തെ ചോദ്യം ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്. 38ാമത്തെ ചോദ്യം നോക്കാം, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് ഓപ്ഷൻ എ ആണ്, 1947 ജൂലൈ 22. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 40ാമത്തെ ചോദ്യം നോക്കാം, രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് ഏത്? ഓപ്ഷൻ ബി, വിശ്വഭാരതി. 41ാമത്തെ ചോദ്യം, 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി, ശ്രീ നാരായണ ഗുരു. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ സി, ഇരവികുളം ദേശീയോദ്യാനം. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് എന്നുള്ളതാണ്. 43 ഓപ്ഷൻ ഡി, വേമ്പനാട്ട് കായൽ. 44ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആര്? ഓപ്ഷൻ ബി, PT ഉഷ. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഓപ്ഷൻ എ, മുതിരപ്പുഴ ശരിയായ ഉത്തരം. 46ാമത്തെ ചോദ്യം, നീല വിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, മത്സ്യം. 47ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി, AK ഗോപാലൻ. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഓപ്ഷൻ ഡി, വിഴിഞ്ഞം. 49ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? ഓപ്ഷൻ എ, കുമ്പളങ്ങി. 50ാമത്തെ ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ സി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 51ാമത്തെ ചോദ്യം, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികളാണ് ശരിയായ ഉത്തരം.
54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ഓപ്ഷൻ എ മിഥുൻ ചക്രവർത്തിയാണ് ശരിയായ ഉത്തരം. 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ്, അത് മിഥുൻ ചക്രവർത്തി എ ആണ് ശരിയായ ഉത്തരം. 53ാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ ഡി ആണ് ആറ്റിങ്ങൽ കലാപം. 54ാമത്തെ ചോദ്യം, പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 2ഉം 4ഉം. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 4 അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ഇതൊക്കെ പൊയ്കയിൽ യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. INS അരിക്കോത്ത്. ഓപ്ഷൻ സി. 56ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 2ഉം 4ഉം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 57ാമത്തെ ചോദ്യം നോക്കാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വയതരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ എന്ന് ചോദിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് അരുവിപ്പുറം ക്ഷേത്രം. 58ാമത്തെ ചോദ്യം നോക്കാം. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം? ഓപ്ഷൻ എ പയ്യന്നൂർ. 59ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ താരം ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മനു ഫക്കർ. 60ാമത്തെ ചോദ്യം, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മദൻ മോഹൻ മാളവ്യ, മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്നും അറിയപ്പെടുന്നുണ്ട്. 61ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നവനാണ് റിക്സിയ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബ്രയോഫൈറ്റ. 62ാമത്തെ ചോദ്യം, മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 270 മുതൽ 280 വരെ ദിവസം. 63ാമത്തെ ചോദ്യം, തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. DNA ബാർകോഡിംഗ്. 64ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ശരിയായ ഉത്തരം ഡി മെലാറ്റോണിൻ. 65ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത് എന്നുള്ളതാണ്. 65 ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. 66ാമത്തെ ചോദ്യം, കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അനുയാത്ര. 67ാമത്തെ ചോദ്യം, ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് പ്രസ്താവനകളെല്ലാം ശരിയാണ്. 68ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഭീമ. 69ാമത്തെ ചോദ്യം, അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. 70ാമത്തെ ചോദ്യം, വിറ്റാമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ. 71ാമത്തെ ചോദ്യം, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 72ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ജലം. 73ാമത്തെ ചോദ്യം, 6 kg മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലായിടത്തും 6 കിലോഗ്രാം.
74-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ സി ജൂൾ പെർ സെക്കൻഡ്. 75-ാമത്തെ ചോദ്യം, സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? 75-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 76-ാമത്തെ ചോദ്യം നോക്കാം. ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായത് ഏത് എന്നുള്ളതാണ്. 76-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി 2, 3 എന്നിവയാണ് ശരി. 2, സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0 ആണ്. 3, നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവും തുല്യമാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 77-ാമത്തെ ചോദ്യം, പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായവ ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 1, 2, 3 ഇവ 3ഉം ശരിയാണ്. 1, മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രത തുല്യമായതിനാൽ. 2, പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ. 3, 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയതിനാൽ. അപ്പോൾ ഇവ 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 78-ാമത്തെ ചോദ്യം, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണ് എങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരമായി വരുന്നത്. 79-ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മെൻഡലീഫ് അറ്റോമിക് മാസ്, മോസ്ലി അറ്റോമിക് നമ്പർ എന്നുള്ളവയാണ്. ഇവയാണ് ഈ ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 80-ാമത്തെ ചോദ്യം നോക്കിയാൽ താഴെ പറയുന്നവരിൽ ഏത് അയിരിനെയാണ് ശക്തിയായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, സിന്നബർ. ഇനി കുറച്ച് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ വികർണത്തിന്റെ നീളം എത്ര? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 3√2. 82-ാമത്തെ ചോദ്യം, എക്സ് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, 2. 83-ാമത്തെ ചോദ്യം, 2, 3, 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, 7. 84-ാമത്തെ ചോദ്യം, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 80 സെന്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെന്റിമീറ്ററും ആയാൽ വശങ്ങളുടെ തുക എത്ര? ഓപ്ഷൻ എ ആണ് 40 ആണ് ശരിയായ ഉത്തരം, 40 സെന്റിമീറ്റർ. 85-ാമത്തെ ചോദ്യം, ചതുർഭുജം 1 അങ്ങനെയെങ്കിൽ ഷഡ്ഭുജം? ബി ആണ് ശരിയായ ഉത്തരം, 3. 86-ാമത്തെ ചോദ്യം, 1/8 + 1/16 ദശാംശ രൂപം എത്ര? 86 സി ആണ് ശരിയായ ഉത്തരം, 0.1875. 87-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 0. 88-ാമത്തെ ചോദ്യം, 5 പദങ്ങളുടെ തുക 145 ആയാൽ 3-ാം പദം എത്ര? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, 29. 89-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, 5/6. 90-ാം ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 91-ാമത്തെ ചോദ്യം, ഒരു മട്ട ത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, 45 ഡിഗ്രി. 92-ാമത്തെ ചോദ്യം, 3/8 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 93-ാമത്തെ ചോദ്യം, 3/3, 5/5, 7/7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, 1. 94-ാമത്തെ ചോദ്യം, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിംഗ്സിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിംഗ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, 116. 95-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 256. 96-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, 140. 97-ാമത്തെ ചോദ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ സി
128. 98-ാമത്തെ ചോദ്യവും സി ആണ് ശരിയായ ഉത്തരം, 31.28. 99-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ശരിയായ ഉത്തരം. 100-ാമത്തെ ചോദ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.